ഫോൺ ഏതാ മനസ്സിലായോ? ഫോണ് ഏകദേശം ബോർഡ്, ബെഞ്ച്, ബുക്ക് അതൊക്കെ ഏകദേശം ഇതേ സ്റ്റൈൽ തന്നെ അല്ലേ? 10,000-ൻ്റെ മുകളിൽ ആൻറ്റി കളക്ഷൻസ് ഈ ഒരു സെക്ഷനിലുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ എത്രങ്ങാനും സാധനം അതിൻ്റെ അകത്ത്. ഓനത് ദമ്മയിലിരുന്നുള്ള ആ ഫോണിൻ്റെ പേര് ഇപ്പം നിൽക്കുന്നത് ദമാമിലെ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഫ്രണ്ടിലാട്ടിൽ. ഹെറിറ്റേജ് വില്ലേജാണ്. അപ്പോൾ സൂയിക്കാലം നമുക്ക് പണ്ടത്തെ ട്രഡീഷണൽ സ്റ്റൈലായിരിക്കും. ഫുള്ള് കയറുമ്പോൾ തന്നെ നല്ല മരത്തിൻ്റെ നല്ലൊരു അടിപൊളി ഡോറും നേരെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ Had a different culture and design. For example, we're going to start from the Masmak now, which is inspired of the Palace of King Abdulaziz, which is in Riyadh. We have this. അപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് സൗദി അറേബ്യയുടെ പല കൾച്ചറും പല സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് അവർ. ഇവിടെ മെയിനായിട്ട് ഇത് ലോബി കഫേയാണ്. അത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതിങ്ങനെ ഒരു കഫേയാണ്. നമുക്ക് ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാനുള്ള ഒരു റെസ്റ്റോറൻറ്റ്, ഒരു കഫേയാണ് ഈ ഒരു ഏരിയ. ഇതിൻ്റെ ഓരോ സൈഡിലും ഓരോ സൗദി അറേബ്യയുടെ ഓരോ കൾച്ചറാണ്. അതായത് സൗദി അറേബ്യയുടെ സൗദി അറേബ്യ നോർത്ത്, സൗത്ത്, ഈസ്റ്റ് അങ്ങനെ എല്ലാ സൈഡിലുള്ള ഡിഫറെൻറ്റ് കൾച്ചറാണ്. ആ കൾച്ചറൊക്കെ ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഉള്ള ആൻറ്റിക് പീസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു മ്യൂസിയം സെറ്റപ്പാണ് ഉള്ളത്. ഇതിൻ്റെ മേലൊക്കെ ഇതൊക്കെ മരത്തിൻ്റെ അതേ സ്റ്റൈലിൽ ചെയ്ത് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇതിൻ്റെ ചുമരൊക്കെ ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ. പിന്നെ ഇത് ഫുള്ള് നമ്മളെ കഫേയുടെ സീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടില്ല ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരു ഫസ്റ്റ് ഏരിയ ആയിട്ടില്ല ഈ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫുള്ള് നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈലിലെ സീറ്റിങ്. പിന്നെ ഇവിടെ അന്നത്തെ രീതിയിൽ കോഫി എങ്ങനെ മേക്ക് ചെയ്യുന്നത് അത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇത് കുടിക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. കോഫിയും കാര്യമൊക്കെ അവിടുന്ന് വാങ്ങി കുടിക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പണ്ടത്തെ ടൈമിലെ അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ട്രഡീഷണൽ സ്റ്റൈൽ മൊത്തം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അവിടെ കൾച്ചറും കാര്യങ്ങളൊക്കെ എംഫസൈസ് ചെയ്യുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ കുറച്ച് പിക്ചേഴ്സ്, അന്നത്തെ കുറച്ച് കാര്യങ്ങൾ, ഒരു കോഫി ഷോപ്പ് സെറ്റപ്പിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഇവർ ഡിസ്പ്ലേ ചെയ്തിരിക്കണേ. ഒരു കോഫി ഷോപ്പിലൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് അടുത്തൊരു ഏരിയ ആയിട്ട് ഈ ഒരു ഏരിയയിലൊക്കെയാണ് ഈ ഏരിയയിൽ ഡിസൈൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണങ്ങൾ ട്രഡീഷണൽ സ്റ്റൈലിലെ സീറ്റും കാര്യങ്ങളും അതിൽ ചുമരിലൊക്കെ കോഫി ഷോപ്പിൻ്റെ അന്നത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് മൊത്തം ഡിസ്പ്ലേ ചെയ്ത് മുകളിൽ മരത്തിൻ്റെ ഇത് കേട്ടില്ല. അപ്പോൾ ആ ട്രഡീഷണൽ സ്റ്റൈൽ വേറൊരു സ്റ്റൈൽ നേരത്തെ കണ്ടതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേറൊരു സ്റ്റൈലാണ് ഈ ഒരു ഏരിയ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഈ അന്നത്തെ ഇതിൽ ബൊഫയൊക്കെ സെറ്റ് ചെയ്യുമല്ലോ, ആ ബൊഫെ ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഒക്കെ ട്രഡീഷണൽ ആ സ്റ്റൈലിൽ തന്നെ ആയിട്ടില്ലേ. നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ഇവിടെ താഴെ ഭാഗം മൊത്തം കോഫി ഷോപ്പ് റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമാണല്ലോ. പക്ഷേ അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഇവർ ഇങ്ങനത്തെ റൂം സെറ്റ് ചെയ്തിട്ടില്ലേ. ഈ റൂമൊക്കെ അതേ ഈ പണ്ടത്തെ അതേ സ്റ്റൈൽ, പണ്ടത്തെ ആ കൾച്ചറൽ സ്റ്റൈലുണ്ടല്ലോ അതേ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും ഇരുന്ന് കഴിക്കാം. മജ്ലിസിൽ ഇരുന്ന് കഴിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഇതിൻ്റെ അകത്തുണ്ട്. നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ ഇതിൻ്റെ മുമ്പേ നമ്മൾ കണ്ടു അപ്പുറത്ത് റൂമിൻ്റെ പുറത്ത് ടേബിളിലിട്ട് കാണും. ഇത് നോക്കുകയാണ്, ഇത് നമ്മൾ മജ്ലിസ് സെറ്റപ്പിൽ ഇരുന്ന് കണ്ട് കഴിക്കുന്നത് ആ ഒരു സീറ്റിംഗ് കാട്ടിൽ ഇതിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ സെൻറ്ററിൽ അവർ ഷീറ്റ് ഇട്ട് കണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യും. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇവർ ഡിസ്പ്ലേ ചെയ്തു. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എവിടുന്ന് ഒപ്പിച്ചെടുത്ത നാട്ടിലെ സത്യം പറഞ്ഞാൽ നല്ലൊരു അടിപൊളി മ്യൂസിയത്തിൻ്റെ അകത്തൊരു ഹോട്ടൽ. അതാണ് കറക്റ്റ്. പിക്കപ്പ് ആണെങ്കിലും പണ്ടത്തെ പിക്കപ്പ് ഇവിടെ അവരൊരു ഡിസ്പ്ലേ പീസായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കഫ്തീരിയൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെയാണ് ഫുഡും റിസപ്ഷൻസും കാര്യങ്ങളും. ഇവിടെയാണ് റിസപ്ഷനും കാര്യങ്ങളും. അവിടെ നിന്ന് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ട് കഴിക്കാം. അപ്പോൾ അതിനുള്ള റിസപ്ഷൻ അവിടെ മോള് പോകണമെങ്കിൽ ലിഫ്റ്റ് ഇവിടെ ഉണ്ട്, ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ടല്ലേ. പണ്ട് നമ്മൾ റൊട്ടിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ടല്ലേ പല റെസ്റ്റോറൻറ്റിലും കാര്യങ്ങളിലൊക്കെ. ഇത് മറ്റേ ഇഷ്ടിക വെച്ചിങ്ങാണ്ട് നമ്മൾ തിളപ്പിച്ചിട്ട് അതിൻ്റെ ഇഷ്ടികയുടെ ചൂടിൽ റൊട്ടി ചുട്ടെടുക്കുമല്ലോ. അതേ ആ സാധനം ഇടലത് ഇതിപ്പോൾ നമ്മൾ ചട്ടം കൊണ്ട് മറിച്ചിടാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ചുഷ്ട റൊട്ടിയാണ് ഇതേ കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൊണ്ടില്ലേ ആൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ടല്ലേ ഇവിടെ, നല്ല ചൂടുണ്ടല്ലേ ഇതിൻ്റെ അടുത്തേക്കുമ്പോൾ. അവിടെ നിന്ന് പണിയെടുക്കണ ചങ്ങാതിനെ സമ്മതിക്കണല്ലേ. നമുക്ക് ഇനി ഇതിൻ്റെ അടുത്ത ഫ്ലോർക്ക് കയറി നോക്കാം. അടുത്ത ഫ്ലോർക്കുള്ള സ്റ്റെപ്പാണ് ഈ കാണുന്നത്. വലിയ ഫിനിഷിംഗ് ഒന്നും ഇല്ലട്ടില്ല. സ്റ്റെപ്പിന് പണ്ടത്തെ പുരാതന സ്റ്റെപ്പ്, ഒരു കരിങ്കല്ലിൻ്റെ ഫിനിഷൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മേലെ കയറി കഴിഞ്ഞാൽ അതേ ഒരു മാറ്റം എന്ന് പറയാൻ വെച്ചാൽ AC ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, നല്ല കൂളിംഗ് ആയിട്ട്. ഇതൊരു പണ്ടത്തെ വീടിന് ഈ കൊട്ടാരത്തിനൊക്കെ മറ്റേ ബാൽക്കണി പോലെ ഉണ്ടാവില്ല, ബസ്സുകളിൽ നിന്ന് താഴേക്ക് കാണുന്ന രീതിയിൽ ആ ഒരു ഏരിയ ഇതിൻ്റെ ചുറ്റുഭാഗം ആ ഒരു സ്റ്റൈൽ. അപ്പോൾ ഇങ്ങനെ എന്തായി കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ വ്യൂ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ദേ ഫുള്ള് ആ ഒരു റെസ്റ്റോറൻറ്റ് വ്യൂ ആണ് ഇവിടുന്ന് നമുക്ക് ഈ കാണുന്നത്. ഇത് വേറൊരു ഏരിയ. ഈ ഏരിയൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ദേ പണ്ടത്തെ അതേ സ്റ്റൈൽ. പക്ഷേ താഴെ പച്ച കളറാണ് ഇതിനിട്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞത് ശരിക്കും ഒരു റെസ്റ്റോറൻ്റാണ്, മെയിനായിട്ട് റെസ്റ്റോറൻ്റാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ മ്യൂസിയം പാട് ഉൾപ്പെടുത്തി എങ്ങനെ ഉണ്ടാവും, അതാണ് സംഭവം. സൗദിയുടെ ഒരുപാട് കൾച്ചർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മ്യൂസിയം നോക്കുകയാണെങ്കിൽ നമ്മൾ പണ്ടത്തെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ അതേ മേലിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണുമല്ലോ, അതേ രീതിയിൽ താഴെ ഫുള്ള് കഫ്തീരിയ,
നേരെ നമുക്കിങ്ങനെ നടക്കാനുള്ള വൈകൾ. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇതിന് എന്താ തായരം നാട്ടിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ പറയൽ. ഇങ്ങോട്ട് നോക്കടാ, ഇതിന്മേക്ക് അതിൻ്റെ മണ്ണൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ആ മണ്ണ് മറ്റേ ഈത്തപ്പനൻ്റെ തൊടിയൊക്കെ ഉണ്ട്, തോട്ടൊക്കെ മറ്റേ തൊലിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ടോ. എന്നിട്ട് അത് അതെങ്ങനെ വരും നിലർത്തിക്കൊണ്ടുണ്ട്. ഇങ്ങോട്ട് ഈ സൈഡ് നോക്കാം, ഇവിടെ നോക്കാം, മണ്ണ് തേമ്പൂല് അതേപോലെ തോന്നി ഈ ഭാഗമൊക്കെ ചുമര് മൊത്തം. ബാ പോയി നോക്കാം, നമുക്ക് അടുത്ത ഭാഗം ഇങ്ങനെ കയറി ചെയ്ത് നോക്കാം. ഈ ഏരിയ ഒക്കെ കുറച്ച് കളർഫുള്ളായിട്ട് ഇതിൻ്റെ ചുമരൊക്കെ അത്യാവശ്യം നല്ല കളർ അടിച്ചിരിക്കുന്നു. നോക്കാണെങ്കിൽ ഈ റൂമൊക്കെ മജ്ലിസാക്കിയിട്ടാണ് നിലനിർത്തിയിരിക്കണ്. അപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഡിസൈനും കാര്യങ്ങളും, പക്ഷേ ലൈറ്റൊക്കെ ഓഫ് ആയിട്ടില്ല അതിൻ്റെ അകത്ത്. അങ്ങനെ ഇതിൻ്റെ അവസാനം ഇതുപോലെ തന്നെ എവിടുന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്കുള്ള വ്യൂ ഉണ്ടല്ലോ ഈ ഏരിയ. അടുത്ത ഫ്ലോർ ഇട്ടില്ലത് ഈ ഫ്ലോറിൽ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. പണ്ടത്തെ പരുന്താളൊക്കെ വെക്കണം, പരുന്ത് ഇരുന്നുകാട് നേരെ ഫ്രണ്ടിൽ ടി വി ഇട്ടില്, പണ്ട് കാലത്തെ ടി വി. പിന്നെ ഇവിടെ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അതേ കാറിൻ്റെ കളക്ഷൻസ്. ഇതേ ഇവിടെ ഒരു വണ്ടി, ഇതൊക്കെ ഏതാ വണ്ടി, അതിങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്കിൽ ഇതേ അടുത്ത വണ്ടികളിൽ. പക്ഷെ അതിൻ്റെ ബാക്കിലൊക്കെ ഒരു പണ്ടത്തെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് പറഞ്ഞ്. പക്ഷെ ഇവിടെ നിന്നില്ല വ്യൂവും നമ്മുടെ താഴേക്കിൻ്റെ വ്യൂ ഇതേ സെയിം നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ വ്യൂ ആട്ടിൽ. ഇതേ നോക്കണേ, പണ്ടത്തെ ആ കാറ് ഒരു മ്യൂസിയം പോലെ ഡിസ്പ്ലേ ചെയ്തതാണ്. ഇതേ ഈ ഏരിയ മൊത്തം. ഇതേ ഇവിടെ ഒരു വണ്ടിയുണ്ട്, അത് അടിപൊളി വണ്ടി. അത് നോക്കി നല്ല നല്ല കളറും മഞ്ഞ കളറ്. പോയേക്കാം നമുക്ക് ഫ്രണ്ട് പോയാൽ കുറഞ്ഞ വണ്ടിയുള്ളൂ, ഒരു 10-15 വണ്ടി. ഈ ഏരിയ മൊത്തം അത്ര വണ്ടി, 10-15 വണ്ടി. ഇതേ ഇവിടെ കാണുന്ന ഈ ഒരു വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഇതേ സൈക്കിള് ഇതൊക്കെ ഉണ്ട്, നല്ലൊരു അടിപൊളി വണ്ടി അതാ ഇവിടെ. പിന്നെ അതാ മെയിൻ വണ്ടി സൈക്കിൾ അടിയിലടിയിലുണ്ടല്ലേ. ഇതേ പണ്ടത്തെ കുട്ടികളെ സൈക്കിള് അത് ഇടയിലുണ്ട്. ഇതേ ഇവിടെ വേറൊരു വണ്ടി. ഇതേ അങ്ങനെ കുറച്ച് വണ്ടിയുടെ കളക്ഷൻസ് ഇവിടുന്ന് ഇങ്ങനെ കാണുന്ന ഈ ഒരു 10-15 വണ്ടി അത്രേ ഉള്ളൂ. അതുകൊണ്ടില്ലേ നമ്മളെ MIT, ഇത് MIT നല്ലത് വേറെ ഏതോ വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് തകൊണ്ടൊന്ന് നമ്മളെ അന്ന് ആൾക്കാർ വലിച്ചുകൊണ്ട് പോകുമല്ലോ, ആ ഒരു വണ്ടി. ഇങ്ങനെ ഇവിടെ കുറച്ച് പാത്രങ്ങൾ ഡിസ്പ്ലേ, പിന്നെ കൂടുതലൊന്നുമില്ല, കുറച്ച് TV, ഫാന്. ആഹാ ഇത് സെറ്റ് സാധനമായിട്ടില്ല, ഇത് നമ്മൾ കാണാത്തൊരു സാധനം ഇതുവരെ. കുറച്ച് പാത്രങ്ങൾ, തോക്ക്, ഉണ്ട, അന്നത്തെ ഇത് അരി ഇട്ട് വെക്കുന്ന സാധനങ്ങൾ. അരി ഇട്ട് വെക്കണമല്ലോ, ഇത് മറ്റേ തേൻ പിടിക്കണം നാട്ടിൽ. അതിൽ തേനിൻ്റെ പലക വെച്ചിട്ട് കറക്കിങ്ങാണ്ട് തേൻ എടുക്കണം. അത് ഇപ്പോഴത്തെ ആൾക്കാർ യൂസ് ചെയ്യലുണ്ട്, അതിനെ തോന്നുന്നുണ്ടല്ലോ ഇത്. പിന്നെ പലതരം കത്തി. അങ്ങനെ ആ ഏരിയ കഴിഞ്ഞിട്ടില്ല, ആ കാറിൻ്റെയും ചെറിയ കളക്ഷൻസിൻ്റെ ഏരിയ. പിന്നെ അടുത്ത ഏരിയ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മറ്റേ ഫ്ലമിംഗോ ഉണ്ടല്ലോ, അതാണ് ഈ ഏരിയ ഫുള്ള്. ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുള്ള് ഫ്ലമിംഗോ പരുന്ത്, അതാണ് മെയിനായിട്ട് ഇത് കാണുന്നത്. ഇവിടെ അതൊക്കെ ഫുള്ളും മൃഗങ്ങളുടെ, നമ്മൾ കുട്ടികളുടെ ടോയ്സ് വാങ്ങൂലേ, ആ ഫുൾ കളക്ഷൻ വാങ്ങൂല, അതുപോലെ ഉണ്ടല്ലേ ഇത്. നോക്കുകയാണെങ്കിൽ ഫുള്ള് ഉണ്ടല്ലോ. ഇന്ന് ഫുള്ള് സ്റ്റഫിങ്ങൾ കളിയാട്ടില്ലേ, ഫുള്ള് മൃഗങ്ങളുടെ സ്റ്റഫിങ്ങാണ് ഈ ഏരിയ മൊത്തം. ഈ ഏരിയ ഫുള്ള് പക്ഷികളും, ഈ തല മുതൽ ആ തല വരെ. ഇതേ ഈ ഏരിയ ഇവിടെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ പല സ്ഥലമുണ്ടല്ലേ. ഈ ഭാഗം മൊത്തം അന്നത്തെ കൾച്ചർ, അന്നത്തെ ആ ഒരു സ്റ്റൈലുണ്ടാവും. പല ഏരിയയും പല സ്റ്റൈലാണല്ലോ. ആ ഏരിയ ഒക്കെ അതിൻ്റെ ഒരു മിനിയേച്ചർ ഈ ഏരിയയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. പണ്ട് എല്ലാവർക്കും അറിയാം ഈ ഒരു മജ്ലിസാണ് ഇവിടെ എല്ലാ അറബ് രാജ്യങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു മജ്ലിസാണ്. പക്ഷെ ആ ഒരു മജ്ലിസ് തന്നെയാണ് ഇപ്പോൾ പല ഹോട്ടലും പല ട്രഡീഷണൽ സ്റ്റൈലും പല ഏരിയയിലും ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നിടത്തിൽ. മറ്റേ കാമ വലിച്ചു കെട്ടിയിട്ടുള്ള ആ ഒരു മജ്ലിസ്. ഈ ഏരിയ ഫുള്ള് ജ്വല്ലേഴ്സ്, പിന്നെ അന്നത്തെ കാര്യങ്ങളിൽ യൂസ് ചെയ്തിരുന്ന
ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ ഇത് ഇവിടെയൊക്കെ. ടൈപ്പ് റൈറ്റിംഗ് മെഷീന്, പ്രത്യേകിച്ച് പണ്ടത്തെ തന്നെ ഈ ഏരിയ ഫുള്ള് ഒരലും ഒലക്കൊക്കെ ഇത് കൊണ്ടില്ലേ ഇവിടെ. എന്തോ ഒരലും ഒലക്ക തന്നെയല്ലേ ആണ്. കല്ലിൻ്റെ ഈ ഒരു ഫുള്ള് അങ്ങനത്തെ സാധനങ്ങളുണ്ട്. എന്താ ഇസ്തിരിപ്പെട്ടി ഒരിത് എല്ലാ കളക്ഷൻസും ഉണ്ടല്ലേ പണ്ടത്തെ ഈ ഏരിയയിൽ. ഇതെന്താ വജ്രക്കല്ല, മോതിരക്കല്ല്, ഓഫ് ഒരുപാട് കല്ലുണ്ടല്ലോ. അതിൻ്റെ ഇടയിലൊക്കെ വലിയൊരു കല്ല്. അപ്പോൾ ആളെ നമ്മൾ കയറിയ സമയത്ത് പറഞ്ഞു ഏകദേശം 10,000-ൻ്റെ മുകളിൽ ആൻറ്റിക് കളക്ഷൻസ് ഈ ഒരു സെക്ഷനിലുണ്ട്. അതുണ്ട് ഇഡ്ലി. കാരണം ഏകദേശം പണ്ടത്തെ എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. കേട്ടോ നിങ്ങൾ പണ്ടത്തെ യുദ്ധത്തിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന വെപ്പൺസ് മൊത്തം ഈ ഒരു ഏരിയയിൽ. വാള്, പരിച, പരിച, ഹെൽമെറ്റ്, അന്ന് കൈമ ഒഴിപ്പിച്ചിരുന്ന വിലങ്ങ്, ഹെൽമെറ്റ്, ബൈനോക്ലോർ, തോക്കിൻ്റെ കളക്ഷൻസ്, എവിടെ പിസ്റ്റലിൻ്റെ കളക്ഷൻസ്, ഏകദേശം എല്ലാം ഉണ്ടല്ലേ. ആൾ പറഞ്ഞത് കറക്റ്റാണ്. ഏകദേശം 10,000-ൻ്റെ മുകളിൽ എന്ന് പറഞ്ഞത് ആൾ. ഏകദേശം 10,000-ൻ്റെ മുകളിൽ എന്തായാലും ഉണ്ടാവും ഇവിടെ. പിന്നെ ഏഡ്സ്, ഖുറാൻസ് അങ്ങനത്തെ ഇതിൻ്റെ ഏരിയയാണ് ഈ ഒരു ഭാഗം. അപ്പം അങ്ങനെ നമ്മൾ ആ ആൻറ്റിക് പീസ് കളക്ഷൻ്റെ ഏരിയയിൽ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത ഏരിയ നോക്കട്ടില്ല. അടുത്ത ഏരിയ ഉള്ളത് ഏകദേശം കഴിഞ്ഞ് നമുക്ക് താഴെ പോയി കണ്ട് ആ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ പറ്റുമോ നോക്കാം. അവിടുന്ന് ഫുഡും കഴിച്ചിട്ടൊന്ന് നേരെ റൂമിൽ പോവാം. അടുത്തൊരു മെയിൻ ഏരിയ. നമ്മളൊക്കെ ഏകദേശം മദ്രസ പഠിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഏകദേശമൊക്കെ ഈ ഒരു സ്റ്റൈലൊക്കെ തന്നെ ആയിരുന്നു വീട്ടിൽ. ഇത് ഏകദേശം ഇതൊക്കെ സ്റ്റൈലായിരുന്നു. പക്ഷെ നമുക്ക് നാട്ടിൽ പരമ്പിൻ്റെ ഇതൊന്നും വന്നിട്ടില്ല. ഓടുണ്ടായിരുന്നു അന്ന്. ഏകദേശം ബോർഡ്, ബെഞ്ച്, ബുക്ക് അതൊക്കെ ഏകദേശം ഇതേ സ്റ്റൈൽ തന്നെ അല്ലേ. നല്ല കറക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചുകൊണ്ടില്ലേ അവർ. ആൻറ്റിക് പീസിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ വില്ലേജ് മാർക്കറ്റ്. സൗദിയിലെ പല ഏരിയയിലും പണ്ട് കാലത്ത് മാർക്കറ്റ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു സ്റ്റൈലിലാണ് ഈ ഒരു ഏരിയ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം തേനുണ്ട് ഇഡ്ലി. ഇത് തേനിൻ്റെ ഒരു ഷോപ്പാണ്. അപ്പോൾ ആള് പ്യൂർ അണി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ആഴ്ച ഓക്കെ അപ്പോൾ ആൾ ഇവിടുന്ന് നമുക്കൊരു ഹണി തന്നിട്ടില്ല. ടേസ്റ്റ് ഹണി പ്യൂർ ജിഞ്ചർ ഹണി എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഇതൊരു ഇതിൻ്റെ ഉള്ളത്തൊരു ഷോപ്പാണ്. അപ്പോൾ ആളെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നതാണ് സാധനം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാം. 300 റിയാൽ, 200 റിയാൽ. ഓക്കെ. ഫോൺ ഏതാ മനസ്സിലായേ? ഫോണ് സെറ്റ് ഫോണില്ലേ? ഹലോ ഇപ്പോഴും മാർക്കറ്റിലൊരു ഫോണാട്ടില്ലേ നമ്മൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതേ ഒരുപാട് ട്രഡീഷണൽ സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. കത്തി, വാള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. ഇത് നോക്കാണി സാധനം നോക്കാണി പ്യൂർ വാളാണ് ഉള്ളത്. അപ്പോൾ സാധനം നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ രീതിക്കുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഇവിടെ ഉള്ളത്. ഇത് വലിയ മൂർച്ചയൊന്നുമല്ല. ഒരു ആൻറ്റിക് പീസായിട്ടൊക്കെ എടുത്ത് വെക്കാം. ഫ്രണ്ട് ഉണ്ടല്ലോ, ഫ്രണ്ട് അത്യാവശ്യം മൂർച്ചയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എടുത്ത് വെക്കാറുള്ളത് സാധനം. എൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പല ആ പ്രശ്നമല്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ എത്രങ്ങാനും സാധനം അതിൻ്റെ അകത്ത്. ഇതൊക്കെ പണ്ട് കാലം മുതൽ ഏകദേശം നമ്മൾ കണ്ട ഒരുപാട് സാധനം കണ്ടിട്ടില്ല ഇവിടെ. ക്യാമറ, ടൈപ്പ് റിക്കാർഡ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ. ടോർച്ച് ഇതൊക്കെയാണ് വാക്മാൻ പണ്ടത്തെ ഫോണിൻ്റെ കളക്ഷൻസ്. ഇതൊക്കെ ഏതാ പോളോ കാണി. ഇതിൻ്റെ പേരെന്താണ്? ബ്ലാക്ക്ബെറിയുടെ എല്ലാ സെറ്റ് സാധനത്തില് ഇതൊക്കെ എപ്പോഴും ഉണ്ടിട്ടില്ല ഇവിടെ. പിന്നെ പണ്ടത്തെ ചെറിയ ടാപ്പ് ഇട്ടിങ്ങാണ്ട് ഇതാക്കൂലേ, അത് ബ്ലീപ്പ് മെസ്സേജ് അയക്കുന്ന സാധനം. ദമ ഓനത് ദമല്ലായിരുന്നു ആ ഫോണിൻ്റെ പേര്. ദമ ഏതൊക്കെ ദമ. പിന്നെ ഇവിടെ എന്തല്ലേ ഏതാ എൻ്റെ ഒരു ഞാൻ ഉപയോഗിച്ച് ചെയ്തൊരു ഫോൺ ഉണ്ടായിരുന്നു ഇവിടെ. അത് കാണാനല്ല. എന്തേ ഇതൊക്കെ നമ്മൾ കണ്ട സാധനങ്ങളായിട്ടില്ല പണ്ട് കാലത്ത്. നോക്കിയുടെ ഇത് കണ്ടതാണ്. പിന്നെ ബ്ലാക്ക്ബെറിയുടെ ഈ സീരീസൊക്കെ, നോക്കിയുടെ ഈ സീരീസ്
പിന്നെ അതുപോലെ ബ്ലാക്ക് ബെറിയുടെ ഒരു ഫോണുണ്ട് ഇതിൻ്റെ ഇടയിൽ. ആ സീരീസ് ഒക്കെ നമ്മൾ കണ്ട സാധനങ്ങളാണ്. പക്ഷെ അതിനും മുന്നല്ലേ ഒരുപാട് ഫോണുകൾ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ ഇറങ്ങിയടാ ഈ മാർക്കറ്റിൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ ഓപ്ഷൻസിലെ ഏരിയകളാണ് ഇതൊക്കെ. നമ്മുടെ സൂക്ക് വാക്കിഫ്, ഖത്തറിലെ സൂക്ക് വാക്കിഫിലൊക്കെ മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ട്രഡീഷണൽ മാർക്കറ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്, ഈ ഹെറിറ്റേജ് വില്ലേജിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതെന്താ പുലിനക, ഇത് പ്ലാസ്റ്റിക്കാ, അതേ കല്ല്, മറ്റേ നമ്മൾ മോതിരത്തിലൊക്കെ വെക്കുന്ന ഒറിജിനൽ കല്ലിലൊക്കെ അതിൻ്റെ വലിയ പീസ്. പോല നമുക്ക് ഇവിടെ ഇറങ്ങിയല്ല. അപ്പോൾ ഈ ഏരിയ നോക്കുകയാണെങ്കിൽ പുറത്ത് ബീച്ചിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ബീച്ച് വ്യൂ, ഇവിടെ ഇരുന്ന് കാണ്ടില്ല ഈ ഒരു സ്കൈ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ഇരുന്ന് കോഫി അടിക്കാട്ടില്ല ആ ഒരു സെറ്റപ്പാണ് ഇവിടെ. കുറച്ച് ടേബിൾസ്, ഒരു 10-15 ടേബിൾസ് ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചാണ് ഈ ഒരു ഏരിയ. പക്ഷെ അത് നൈറ്റ് വ്യൂ ആയതുകൊണ്ട് നമ്മൾ പുറത്തെ കാര്യങ്ങളൊന്നും കാണില്ല. അവിടെയൊക്കെ ഫുള്ള് ബീച്ചാട്ടില്ലത്. പിന്നെ അതിൻ്റെ ഇടയിൽ നടക്കാനുള്ള ഏരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഏകദേശം ഇവിടുന്ന് ഇറങ്ങട്ടെ, നമുക്ക് പുറത്തിറങ്ങി താഴത്ത് ഫുഡ് ഉണ്ട്, ആ ഫുഡും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം. പറ്റുകയാണെങ്കിൽ ഇവിടെ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ തന്നെയാണ് തീരും. നേരെ റൂമിൽ പോയി നല്ല മൂക്കറായിട്ടൊരു കടന്നാണ് ഇറങ്ങുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആകുവാട്ടിൽ ഇതിൻ്റെ ഏകദേശം എല്ലാം മാക്സിമം ഏരിയ നമ്മൾ കവർ ചെയ്ത്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഫുഡ് നമുക്ക് സെറ്റായില്ല, ഇവിടുന്ന് നമുക്ക് ഫുഡ് സെറ്റായില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.